കേരളത്തിന് കേട്ടുപരിചയം വാത്മീകി രാമായണമാണ്. അതിന്റെ സാരാംശം ഉൾക്കൊണ്ട് ഓരോ ജനവിഭാഗവും അവരുടെ ചൊല്ലു ഭാഷയിലേക്ക് മാറ്റി രചിച്ച നാട്ടുരാമായണങ്ങൾ വേറെയുമുണ്ട്. അതിലൊന്നാണ് മാപ്പിള രാമായണം. 1/4 നൂറ്റാണ്ടായി നാട്ടുരാമായണങ്ങളിൽ പഠനം നടത്തുന്ന ഗിരീഷ് ആമ്പ്ര അടക്കമുള്ളവരുടെ ശ്രമഫലമായി പുതുതലമുറയ്ക്കും പ്രിയപ്പെട്ടതാണ് തനി നാട്ട് മുസ്ലിം രാമായണം. ലാമ 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 പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥ പാട്ട്. പല കാരണങ്ങൾ കൊണ്ട് അപ്രാപ്യമായതിനെ താളം കൊണ്ട് വരുതിയിലാക്കുന്ന പാട്ടുമാന്ത്രികതയാണ് നാട്ടുരാമായണങ്ങൾ. ശ്രീലങ്കയ്ക്കും ഭൂട്ടാനും തായ്ലൻഡിനും നേപ്പാളിനും മലേഷ്യയ്ക്കും ഫിലിപ്പൈൻസിനും ചൈനയ്ക്കും വരെയുണ്ട് രാമായണം. പലയിടത്തും കഥയിൽ വ്യതിയാനങ്ങൾ, ഭൂപ്രകൃതിക്കും സദാചാര സങ്കല്പങ്ങൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ. അതുപോലെ ഇവിടെയുമുണ്ട് മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം പ്രചാരത്തിലുള്ള പദാവലികളിലൂടെയുള്ള മാപ്പിള രാമായണം, അല്ല രാമായണം. മലബാറിലെ മാപ്പിള സമൂഹത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള വളരെ പ്രാക്തനമായിട്ടുള്ള ചൊൽക്കാഴ്ചകൾ അതിനകത്തുണ്ട്. ലങ്കും തങ്കും പുന്നാര പുതുപ്പൊങ്ങളല്ലേ, ലാക്ക് വളരെ പ്രാധാന്യമുണ്ട്. ലങ്കും തങ്കും എന്നൊക്കെ പറയുമ്പോൾ അറബി മലയാളവും കൂടി മിശ്രിതമായിട്ടുള്ളൊരു പദാവലിയാണ്. കുന്നും മലയും കയറി കിഞ്ഞു ശമ്പഴരുക്കം വന്നൊരു സുന്ദരിലാവേൺ എൻ്റെ പെങ്ങളും. എഴുതിയതാരാണെന്ന് കൃത്യമായി അറിയില്ല, കാലമേതെന്നും കണക്കില്ല. കാലങ്ങളായി പാടി വന്നത് ലിഖിത രൂപത്തിലാക്കിയത് TH കുഞ്ഞിരാമൻ നമ്പ്യാർ. ശ്രീരാമന്റെ ജനനം മുതലുണ്ട് അധ്യായങ്ങൾ. 2 മാസം മുമ്പറിഞ്ഞു ഞമ്മളാ സ്വകാര്യം, കണ്ട കാഞ്ഞാലാമനോരു പെണ്ണു വച്ച കാര്യം. ചത്ത പയ്യൻ്റെ ആല നോക്കി കുത്തിരിഞ്ഞിട്ടെന്താ. ചില ഉപകഥകളിലൊക്കെ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് അടിയരാമായണമായാലും മറ്റ് ആദിവാസി രാമായണങ്ങളായാലും രാവണപുത്രിയാണ് സീത എന്നുള്ളൊരു ആഖ്യാനം വരുന്നുണ്ട്. അതുതന്നെ വയലാർ അദ്ദേഹത്തിൻ്റെ കവിതയിൽ സ്വീകരിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. ധർമ്മവും ഭക്തിയുമാണ് രാമായണത്തിലെങ്കിൽ മൊഞ്ചും കൽബുമാണ് രാമായണം. കലങ്കരിങ്കലൻ രാവണൻ 10 തടി വടിപ്പിക്കും നേരത്ത് വലുളാനു മനോലങ്കയിൽ ചടിച്ചലുള്ള കൊമ്പത്ത് കൂടണ്. ബാപ്പ ദശരഥൻ കുഞ്ഞുകുട്ടി തങ്കമോള് രാമന് സീതയെ നിക്കാഹ് കഴിച്ച് ബീഡറാക്കി കൊടുത്ത കഥയാണ്. അതിനെ മാപ്പിള രാമായണം എന്നല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്ന രാമായണമായി തന്നെയാണ് കാണേണ്ടത്. രാഹുൽ മക്കടക്കൊപ്പം കൃഷ്ണേന്ദു, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്. Big TV, without fear or favor.